എന്തുകൊണ്ടായിരിക്കാം അവർ അവിടുന്ന് ചാടി മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് മരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാരണമൊന്നും വേണ്ട. എന്തായാലും ഈ ഒരു ഏജില് അവര് അങ്ങനെ ഒരു മരണം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടാവില്ലേ? ഇതാണ് എന്റെ സിറ്റുവേഷൻ എന്ന്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു പാരന്റ്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികൾ ആ മലയിൽ അവിടെ കാണില്ലായിരുന്നു. കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു മൊമെന്റില് അവർ മരിച്ചാലും പ്രശ്നമില്ല. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ മരിക്കാം. ആദ്യം ആളുകൾ ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്വഭാവം നിർത്തണം, അല്ലെങ്കിൽ ഇന്നതായിരിക്കും കാരണം അതുകൊണ്ടായിരിക്കും അവര് മരിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നിർത്തണം. ചിത്ര, കൊട്ടാരക്കരയിലെ മരുതുമലയിൽ നിന്ന് 2 പെൺകുട്ടികൾ താഴേക്ക് ചാടുന്നു. അപ്പോൾ ആദ്യ സമയത്ത് ഒരു വാർത്ത വന്നപ്പോൾ ഒരു കുട്ടി മാത്രമാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്, തൽക്ഷണം മരിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കുട്ടി ഒരു ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ 2 കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പെൺകുട്ടികൾ അത്തരത്തിൽ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാം? അല്ലെങ്കിൽ അബദ്ധത്തിൽ വീണു പോയതൊന്നുമല്ല, അവിടുന്ന് എടുത്ത് ചാടുന്നതായിട്ട് തന്നെയാണ് അവിടുത്തെ കണ്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവരവിടുന്ന് ചാടി മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അത് പോലീസ് എന്താണ് കറക്റ്റ് ആയിട്ട് അവർ അതിനെ കുറിച്ച് പറയണത്? പോലീസിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ആദ്യം ഇവർ ഈ സ്ഥലത്തേക്കൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കാടിന്റെ ഉൾപ്രദേശത്തിലേക്കാണ് ഈ ബോഡി വീഴുന്ന സമയത്ത് വേറെ പുറത്തുള്ള നാട്ടുകാരാണ് എത്തിച്ചു കൊടുക്കുന്നതും. അപ്പൊ അവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു കുട്ടി മാത്രമായിരുന്നു അപ്പൊ മരിച്ചിട്ടുള്ളത്, മറ്റേ കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ആ കുട്ടിയെ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും യഥാർത്ഥ ഈ ഒരു മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണമൊക്കെ അറിയാൻ പറ്റുന്നത്. പക്ഷെ 2 കുട്ടികളും മരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരുടെ ഫോൺ കോളുകളൊക്കെ, അല്ലെങ്കിൽ ഫോൺ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നെ ആകെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഒരു ഫോൺ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ബുക്കിനകത്തില് ഒരു നമ്പർ വലിയ അക്കത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോഴാണ് ഇവർ ആരാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഈ ഒരു ഏജില് അവര് അങ്ങനെ ഒരു മരണം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടാവില്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് മരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാരണമൊന്നും വേണ്ട. അവർക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാട്ടോ, കുട്ടികൾക്ക് തന്നെയല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതിനകത്തിൽ ഞാൻ കണ്ടൊരു കമന്റ് ആണ്, ഇവര് ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഒരു മാധ്യമത്തിന്റെ അടിയിൽ വന്നതാണ്, ഇവര് ആദില നൂറെ പോലായിരിക്കും, സമൂഹത്തിൽ എന്താ അറിയാം അല്ലെങ്കിൽ അറിയാം ഇനി ഇവരെ അംഗീകരിക്കത്തില്ല എന്നൊരു പേടി കൊണ്ടാണ് ഇവർ 2 പേരും ഒരുമിച്ച് ചാടി മരിച്ചത്. അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പ് വയസ്സ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും മാനസിക പ്രശ്നമാണെങ്കിലും ഒരാളല്ലേ മരിക്കുള്ളൂ. 2 പേരുടെ മരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. ആദ്യം ആളുകൾ ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്വഭാവം നിർത്തണം, അല്ലെങ്കിൽ ഇന്നതായിരിക്കും കാരണം അതുകൊണ്ടായിരിക്കും അവര് മരിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നിർത്തണം. മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ചുപേരെങ്കിലും വെറുതെ വിടാനായിട്ടുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും അവർ കാണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഇന്നത്തെ ആൾക്കാർക്ക് ഉണ്ടാവില്ല, മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവരെയൊക്കെ വിട്ട കേസാണ്. പക്ഷെ എന്താണ് ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് ഇപ്പം നമ്മുടെ പ്രായത്തിൽ തന്നെ പെട്ട ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ സിറ്റുവേഷനാണ്, അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ മരിക്കാം എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ചെറിയ സിറ്റുവേഷൻസ് ആണ്. അയ്യോ അത് ഇങ്ങനെ ചെയ്താൽ നമ്മൾ കറക്റ്റ് ആയേനെ എന്നൊക്കെ നമ്മൾ ഇന്നത് ഒരു റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് എന്റെയും ആതിരയുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് കാണുന്ന ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ എടുക്കുന്ന അബദ്ധപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ ഫാനിൽ കെട്ടിത്തൂങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം. ഈ ഒറ്റപ്പെടൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവർ ആലോചിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സ്കൂളിൽ ഉണ്ടായിരുന്നതായിരിക്കാം, ചിലപ്പോൾ ഇൻസൾട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ ഓവർകം ചെയ്ത് വരാനായിട്ട് ഉള്ള ഒരു പവർ നമ്മുടെ ഉള്ളിലൊക്കെ വേണം. എല്ലാവർക്കും അത് ഉണ്ടാവില്ല. പക്ഷെ അത് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഉണ്ടാവില്ല, നമുക്കിതൊന്നും ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല, എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ 2 പേരോട് ഒരുമിച്ച് മരിക്കാമെന്ന് നിങ്ങൾക്ക് സാധാരണ ഇപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്കാണ് തോട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായും മറ്റേ ആളത് തിരുത്തുമല്ലോ. ഇപ്പൊ ഇത് 2 പേരെയും അത് ബാധിക്കുന്ന എന്തെങ്കിലും കാരണമായതുകൊണ്ടാവാം ഒരുമിച്ച് ചാടിയത്. അല്ലെങ്കിൽ ചിലപ്പോ ഈ അമിതം തിക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഒരാളില്ലെങ്കിൽ മറ്റേക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ
ഇവരുടെ മാനസിക വിഷമം കൊണ്ട് ഓക്കെ നമുക്കന്ന് ഒരുമിച്ച് മരിക്കാം, ഞാനുണ്ട് നിന്റെ കൂടെ, ആ ഒരു രീതി ആയിരിക്കാം. കാരണം നമ്മള് കൊച്ചിയിൽ നേരത്തെ കണ്ടൊരു വാർത്തയായിരുന്നു, കുറച്ച് സ്കൂൾ കുട്ടികളെ അവരെ എന്ന് വെച്ചാൽ അവരുടെ ആൺ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കുറച്ച് കോണ്ടംസ് ഒക്കെ ആയിട്ട് പിടിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് പിടിക്കുന്ന സമയത്ത് ഇവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകരൊക്കെ പിടിച്ച് രക്ഷിക്കുകയായിരുന്നു. അപ്പോ ഞാൻ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു മൊമെന്റില് അവർ മരിച്ചാലും പ്രശ്നമില്ല. കാരണം നാണക്കേട് അല്ലെങ്കിൽ ഫാമിലി, അതേപോലെ സൊസൈറ്റി, സ്കൂള്, ഇപ്പൊ ഇതെല്ലാം ആലോചിച്ചിട്ടായിരിക്കാം മേ ബി ഞാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഈ ഒരു ഇതാണ് ഏറ്റവും തീരുമാനം എടുക്കുന്നത്. ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞ പാരന്റിങ്ങിൽ വലിയൊരു പങ്കുണ്ട്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ചിന്തിക്കുക, നാട്ടുകാരെന്ത് പറയുന്നതിനെക്കാട്ടിലും ഉപരി ഉണ്ടല്ലോ, വീട്ടിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പറയും, അല്ലെങ്കിൽ അമ്മ എന്താ ചെയ്യുക, ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറക്കി വിടൂ, ഇങ്ങനത്തെ കൊല്ലൂ എന്നുള്ളതും കൂടെ അല്ല, അവരെ വഴക്ക് പറയുന്നതാണ് പേടി. അതായത് ഇത് വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറി ചെല്ലും, ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ ചാടി ചാവുന്നതൊക്കെ ഇതുകൊണ്ടിട്ടാണ്. അതായത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റണം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, മനസ്സിലാക്കണമെന്ന് പറയാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ വരണം. എന്ന് വെച്ചാൽ എല്ലാവരും പാരന്റ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ പാട്ടിന് അവരുടെ ഇഷ്ടത്തിന് പോകും. അതല്ല, ഒരു നയത്തിന് നിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിർത്താൻ പറ്റണം. ജനിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിർത്താനും പറ്റേണ്ട ഒരു എന്താ പറയാ, അവർക്ക് അതും അവരുടെ കടമയിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു പ്രായമാകുന്നത് വരെ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളത്. അവരെന്തെങ്കിലും പറയുമായിരിക്കും, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവും, അല്ലെങ്കിൽ പല പല കുഴിയിലും ചെന്ന് ചാടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. എന്ന് വെച്ച് ഭയങ്കരമായിട്ട് മുറുകെ പിടിക്കാനും പാടില്ല, വലിച്ച് നീ ഇവിടെ നിൽക്കണം, അവരുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇതൊരു നയത്തിൽ കൊണ്ടുപോയാൽ മാത്രമാണ് ഇതിപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കാം, പുറത്തേക്ക് പറയാൻ പറ്റാത്ത, ഇപ്പൊ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ, ഈവൻ അബ്യൂസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്താ പറയാ, ഇത് പുറത്തു പോയിട്ട് എനിക്ക് അമ്മ ഇതാണ് എന്റെ സിറ്റുവേഷൻ എന്ന്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു പാരന്റ്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികൾ ആ മലയിൽ അവിടെ കാണില്ലായിരുന്നു. അതായത് അതിനകത്ത് ഏതെങ്കിലും ഒരു പാരന്റ് നമുക്കന്ന് എന്റെ അമ്മയോടും അച്ഛനോടും പറയാമെന്ന് മറ്റേ കുട്ടിക്ക് പറയാലോ, അങ്ങനെയാണെങ്കിലും പറയാം. ഇതിപ്പോ ഫ്രണ്ട്സ് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നാണക്കേടാവുന്ന എന്തെങ്കിലും ഒരു കേസ് ആയിരിക്കാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പം ടീച്ചർമാര് വഴക്ക് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. ഞാൻ പറഞ്ഞ ഇന്ന കാരണം എന്നൊന്നും വേണ്ട, ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ കാരണം കിട്ടിയാൽ മതി. പിന്നീട് അത് ആലോചിക്കുമ്പോ ചിലപ്പോ അവർക്ക് തോന്നും ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തിൽ ഒരു കുട്ടി ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അതിന് ഫ്യൂച്ചറിൽ തോന്നുമായിരിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു നമുക്ക് ഇപ്പൊ പോലീസ് അന്വേഷണം ആണെങ്കിലും അവർക്കും ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പൊ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇനിയിപ്പോ അവരിപ്പോ ഏതെങ്കിലും ഒരു റീസൺ ആയിരിക്കും പോയി കണ്ടുപിടിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കും ആ ഒരു ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളെങ്കിലും നമുക്ക് ജീവനോടെ കിട്ടണമായിരുന്നു. അപ്പൊ ഇനിയാണെങ്കിലും ഇത്തരം സിറ്റുവേഷൻസിലേക്ക് കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പിടിച്ചു മുറുക്കി വീടിനകത്ത് കൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ ഇടുമ്പോഴാണ് കൂടുതലായിട്ടും അവർക്ക് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാതെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് പലപ്പോഴും സൂയിസൈഡിനെ അവർ കാണുന്നത്. ഈ കുട്ടികളുടെ ഇടയിൽ, അതായത് സ്കൂളുകളിൽ ഓരോ കൗൺസിലിങ്ങിന് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, കൗൺസിലിംഗ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരോടും മാത്രമല്ല നമ്മൾ പറയേണ്ടത്, നമുക്ക് വീട്ടിലാണ് ആ സാധനം വേണ്ടത്. വീട്ടിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത്. കാണുന്ന എത്ര പേരുടെ കുട്ടികൾ എന്തോരം പ്രതിസന്ധികളിലായിട്ടുണ്ടാവും, എന്തോരം സിറ്റുവേഷൻസ് അനുഭവിക്കുന്നുണ്ടാവും. ഇതിപ്പം ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയില്ല എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും അത് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇത് അച്ഛനും അമ്മയ്ക്കും വിഷമാവും, അതുകൊണ്ട് നിങ്ങൾ മരിക്കണ്ട, അങ്ങനെയല്ല പറയുന്നത്. ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാ. അതായത് ഇന്നിപ്പോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്
അവരെന്തോരം കാലം ആ ഒരു നോവും പേറി അനുഭവിച്ച് ഇങ്ങനെ നടക്കണം. അവർക്ക് ഒന്നല്ലെങ്കിലും ഇത്രയും വർഷം അവരുടെ കൂടെ ഉണ്ടായ, അവർ വളർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആ കുട്ടികളെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ എന്തോ ഒരു കാരണത്താലും മരിക്കുമ്പോൾ എന്താ പറയാ, അവരെങ്ങനെ ഇത് താങ്ങും? അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേദനയെക്കാട്ടിലും ഉപരി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സിറ്റുവേഷൻ, ആ ഒരു ടൈം ഒന്ന് കഴിഞ്ഞു കിട്ടാനായിട്ട്. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുണ്ടാവും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. ചിലപ്പോൾ ഒരു 3-4 വർഷമൊക്കെ നിന്നിരിക്കാം. അത് കഴിഞ്ഞ് എല്ലാവരും നോർമൽ ലൈഫിലേക്ക് വരും. വിഷമം ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ അത്രയും ആ ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ എന്താ പറയാ, അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരും ആൾക്കാർക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരാൻ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. സമയമാകുമ്പോൾ മരിച്ചോളൂ, ആരും വിഷമിക്കേണ്ട.